സു ഫ്രം സോ എന്നൊരു കന്നഡ മൂവി കണ്ടു. അതിന്റെ മലയാളം ഡബ്ബാണ് ഞാൻ കണ്ടത്. സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളി ഒരു കോമഡി മൂവി. ഒരുപാട് നാളായി ഇതുപോലെ ഒരു കോമഡി മൂവി തിയേറ്ററിൽ കണ്ട് ചിരിച്ചിട്ട്. ഈ സിനിമയുടെ മെയിൻ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഫിലിമിന്റെ ഹ്യൂമർ പ്രസന്റേഷൻ ആണ്. അടിപൊളിയായിട്ട് അവർ ആ ഹ്യൂമർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ നമ്മൾ ഭയങ്കര ആസ്വദിച്ചാണ് ഈ സിനിമ കണ്ടു തീർത്തത്. നല്ലൊരു സിനിമ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഫിലിം. സത്യത്തിൽ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു കന്നഡ സിനിമയാണ് കാണുന്നതെന്ന് തോന്നൂല. അത്രക്കും ഗംഭീരമായിട്ടാണ് ഇതിന്റെ ഡബ്ബിങ് ചെയ്തു വെച്ചിരിക്കുന്നത്. ജെ.പി. തുമിനാഡു ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിലൊരു മെയിൻ ക്യാരക്ടറായ അശോക് എന്ന കഥാപാത്രം പുള്ളി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അടിപൊളിയായിട്ട് തന്നെ അത് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ രാജ് ബി ഷെട്ടിയാണ്. പുള്ളി ഒരു ഗുരുജിയുടെ റോളിലാണ് വന്നത്. പുള്ളിയൊക്കെ വൻ കോമഡിയാണ് ഈ സിനിമയില്. പിന്നെ ഇതില് രവിയണ്ണൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. ഷനിൽ ഗുരു ആണ് ആ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. നല്ല രസമാണ് പുള്ളിയുടെ ആ പെർഫോമൻസും ആ കോമഡി ടൈമിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ സിനിമയിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട്, ചെറുതും വലുതായിട്ടൊക്കെ. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സിനിമ കണ്ട് പുറത്തിറങ്ങുമ്പോൾ ഓരോ കഥാപാത്രത്തെയും നമ്മൾ ഓർത്തിരിക്കും. അത്രയ്ക്ക് ഇമ്പാക്റ്റ് ആണ് അവര് പെർഫോമൻസ് കൊണ്ട് ഈ സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു സ്ട്രെസ് ബസ്റ്റർ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല രസമുള്ള കോമഡീസും ഈ സിനിമയിൽ കുറച്ച് സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും നന്നായിട്ട് തന്നെ വർക്ക് ആയിട്ടുണ്ട്. അപ്പൊ ഈ സിനിമ മൊത്തത്തിൽ ഓക്കെ ആണെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്.